ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ജൂലൈ 4 എന്ന് പറയുന്ന ദിനം അമേരിക്കൻ ഐക്യനാടുകളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഉത്ഭവമാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ആ രാജ്യം വിശ്വാസത്തിൽ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ, ഇന്നും അത് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് പ്രവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ആ രാജ്യം മുൻപോട്ട് പോകുന്നത്. ആ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കും, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. അവർ പിന്നെയും യെരുശലേമിൽ ചെന്നു. അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കർത്താവായ യേശു കർത്താവിൻ്റെ ആ വിശ്വാസത്തെ പറ്റിയുള്ള ഉറപ്പാണ്. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കും, വളരെ ശക്തമായൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ശത്രു നമുക്കുണ്ടാകരുത്. നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക. ഞാൻ മനഃപൂർവ്വമായി ശ്രമിക്കാറുണ്ട് ആരെയും ശത്രുക്കളായി കാണാതിരിക്കാൻ. എല്ലാവരെയും മിത്രങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് എന്നോട് ശത്രുത്വം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ വേറൊരാളത്തോട് ക്ഷമിക്കാത്തത് കൊണ്ട് ദൈവം അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്ഷമ എന്ന പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയുന്ന പോലെ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണമുള്ള എല്ലാവരോടും ക്ഷമിച്ച് ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് കരുതി ആത്മാർത്ഥമായി നീ മുൻപോട്ട് പോകാമോ? നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അത്ഭുതം, അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ആ വലിയ മനോഭാവം ഞങ്ങൾക്ക് തരണം. എല്ലാവരോടും ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഞങ്ങളെ സ്വർഗതുല്യമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, ശത്രുക്കളെയോട് ക്ഷമിക്കാനുള്ള കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.